കപ്പിൾസായിട്ട് വരുന്ന ആൾക്കാരിൽ ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്നുണ്ട് നമുക്ക് അധികം ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ഒരു ഡിവോഴ്സ് കാണാനിടയുണ്ടായി. അപ്പം നമ്മൾ ഡിവോഴ്സൊക്കെ ഉണ്ടാകാൻ വേണ്ടി വലിയ വലിയ കാരണങ്ങളൊന്നും ഇപ്പോഴും ആവശ്യമില്ല എന്നുള്ളൊരു ഫീല് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചാലോ എന്നുള്ളത്. കാരണം എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ വ്യൂ പോയിന്റിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പം എന്താണ് തോന്നുന്നത് എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ തോന്നിയ കാര്യമാണ് പറയുന്നത്. ഇപ്പം ഒരു ഏട്ടനും ഒരു ചേച്ചി അവർ വിവാഹം കഴിച്ചു. അവർ വിവാഹം കഴിച്ചിട്ട് അവരുടെ ലൈഫ് മൂവ് ഓൺ നല്ല പ്രണയിച്ച് വിവാഹം കഴിച്ചവരാട്ടോ. അപ്പം നല്ല രീതിയിൽ മൂവ് ഓൺ ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേ ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവർ ഡിവോഴ്സ്ഡ് ആവണമെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ റീസൺസ് എന്താണെന്നും അറിയില്ല. പിന്നെ കുറേ സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ റീസൺസ് അറിയാൻ ഇടയുണ്ടായി. അപ്പോൾ ആ റീസൺ അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വ്യൂ പോയിന്റിൽ, ഞാൻ എന്ന വ്യക്തി ചിന്തിക്കുന്ന വ്യൂ പോയിന്റിൽ എനിക്ക് മൂക്കത്തെ വിരൽ വെക്കാൻ തോന്നിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മളെ ഡിവോഴ്സൊക്കെ ചെയ്യും നമ്മുടെ ഹസ്ബൻഡ് നമുക്ക് വേറൊരു റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വളരെയധികം നമ്മുടെ പീഡിപ്പിക്കുക, നമ്മൾ അടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും ഒന്നും സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് നമുക്ക് ഒരിക്കലും നമ്മൾ ഒത്തിരി കഥകൾ നമ്മൾ യൂട്യൂബിലായാലും നമ്മൾ കേൾക്കുന്നുണ്ട്. ഒത്തിരി പെൺകുട്ടികൾ അനുഭവിച്ച് വന്നിട്ടില്ല. അങ്ങനെയൊക്കെ ഒരു റീസൺസിൽ നമ്മൾ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരോട് പറയും നിങ്ങളുടെ ലൈഫ് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളത്, അല്ലേ? അതെല്ലാവരും പറയുന്ന കാര്യമാണ്. അങ്ങനെ തന്നെയാണ് പെൺകുട്ടികൾ ചെയ്യേണ്ടത്. അതെല്ലാം സഹിച്ച്, പണ്ടുള്ള അമ്മമാർ പറയുന്ന പോലെ എല്ലാം സഹിച്ച് പുറത്ത് അവിടെ ഇരിക്കണമെന്നൊന്നും പറയാൻ ഇപ്പം എനിക്ക് 2 പെൺകുട്ടികളാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം നമ്മൾക്ക് ലൈഫിൽ നമുക്ക് നമ്മുടേതായ ഒരു സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് കിട്ടുക എന്നുള്ളതും, അതേപോലെ നമ്മളൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തിയാണ്. നമ്മൾ ഇപ്പോഴത്തെ മക്കളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണ്. അതും കൂടി ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളെപ്പോലെ വളരെയധികം വീട്ടിലിരുന്ന് വീട്ടുകാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർ മാത്രമല്ല, രണ്ടും കൂടെ ചെയ്തു പോകുന്ന മക്കളാണ്. അവർ വർക്ക് ചെയ്യുന്നുണ്ട്, അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പം അങ്ങനെ കൂടി ഇരിക്കുന്ന സമയത്ത് അവർക്ക് പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടാകുമ്പം അവർക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പം ഇത് തന്നെയാണ് ഇതിലെയും വലിയൊരു വില്ല എന്ന് പറയുന്നത്. അപ്പം ഇപ്പം മക്കളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണ്. അവരെല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുന്നു. അവർ വർക്ക് ചെയ്യുന്നു. അവർ തന്നെ വീട്ടിലേക്ക് വേണ്ടുന്ന ക്യാഷ് രണ്ടുപേരും ഒരുപോലെ ഈക്വലായിട്ട് കൊണ്ടുവരുന്നു. അപ്പം രണ്ടുപേർക്കും ഒരേ ആയിട്ടുള്ള ഇത്. അപ്പം ആ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, നമുക്കൊരു റെസ്പെക്റ്റ് എല്ലാവരും നിന്ന് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഒരു വർക്ക് ചെയ്യും അങ്ങനെയൊക്കെ നമ്മളൊരു ഫീൽഡിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർ കുറച്ചുകൂടി കൂടുതൽ അത് എക്സ്പെക്റ്റ് ചെയ്യും. അതിന് തെറ്റൊന്നുമില്ല എക്സ്പെക്റ്റ് ചെയ്യുന്നതിന്. പക്ഷേ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇത് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ റീസൺ എന്താണെന്ന് പറയും, ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണെങ്കിൽ പോലും ഇവർ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒട്ടും റെസ്പോൺസിബിൾ അല്ല ഈ ഏട്ടൻ എന്നാണ് ഈ പെൺകുട്ടിയുടെ വാദം. ഒട്ടും റെസ്പോൺസിബിൾ അല്ല ആൾ, റെസ്പോൺസിബിലിറ്റി ഒട്ടും ഇല്ല എന്നാണ് പറയുന്നത്. അത് ആൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയിട്ടില്ല എന്ന്. അപ്പം റെസ്പോൺസിബിൾ അല്ലാതെ ഇപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാൻ ആൾ വേണം. എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാ കാര്യത്തിലും മുന്നിലേക്ക് ഇറങ്ങി എല്ലാം റെസ്പോൺസിബിലിറ്റി. നമുക്കൊരു ഫാമിലി തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഉത്തരവാദിത്ത ബോധമാണ് എല്ലാ കാര്യത്തിലും. അത് കുട്ടികളുടെ നോക്കുന്നതാണെങ്കിലും വീടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഓഫീസിൻ്റെ കാര്യം, എല്ലാ കാര്യത്തിലും പ്രോപ്പറായിട്ട് ഹസ്ബൻഡിനാണെങ്കിലും വൈഫിനാണെങ്കിലും റെസ്പോൺസിബിലിറ്റി വേണം, അത് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈക്വലായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അതില്ല എന്നാണ് പറയുന്നത്. കാരണം അപ്പം റീസൺസ് ചോദിച്ച സമയത്ത് പറഞ്ഞത്, ഫസ്റ്റ് തന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ഈ പെൺകുട്ടി ഇട്ട് കൊടുക്കുന്ന മാല ഉണ്ടാവുമല്ലോ, താലി നമുക്കിടുമ്പോൾ നമ്മൾ അണ്ണിട്ട് കൊടുക്കുന്ന മാല, ആ മാല അദ്ദേഹം കൊണ്ടുപോയി വിറ്റത് കൊണ്ട് അതെന്നോട് പറഞ്ഞില്ല. ഞാൻ കുറേ ചോദിച്ചിട്ടും ആൾ പറയുന്നില്ല. അവിടെയുണ്ട് ഇവിടെയുണ്ട്, ഷെൽഫിൽ വെച്ചിന്, അവിടെ വെച്ചിന്, ഇവിടെ വെച്ചിന് പറയാണ്. അപ്പം എന്താണെന്നും ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. കുറേ ഞാൻ അത് എടുത്തിട്ട് അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞു അത് എന്തോ ആവശ്യത്തിന് വേണ്ടി വെച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് എടുക്കുമെന്ന് പറഞ്ഞിട്ട് അതും ആൾ പിന്നെയും കേൾക്കുന്നില്ല. ഇങ്ങനെ അത് ഉരുണ്ട് കളിക്കുകയാണ്, അതെന്താ ചെയ്തേക്കുന്നത്. പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ആ മാല എന്ന് പറയുന്നത് അത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലേ, അല്ലെങ്കിൽ അത് അത്രയും പ്രിഷ്യസ് ആയിട്ടുള്ള ഒന്നല്ലേ, അത് കൊണ്ടുപോയി കളഞ്ഞു ഇങ്ങനെയൊക്കെ. ഇപ്പം അതിൽ തന്നെ ഇവിടെ എൻ്റെ പേഴ്സണലി എക്സ്പീരിയൻസ് ആയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ ആ മാല ഇങ്ങനെ ഇതേപോലെ തന്നെ പെട്ടെന്ന് കളി. ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു പ്രണയിച്ച് വിവാഹം കഴിച്ചതാണെങ്കിലും അറേഞ്ച് മാരേജ് ആയാലും ആ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. രണ്ടുപേരും രണ്ട് വ്യക്തിത്വമുള്ള ആൾക്കാരാണ്. അവരവരുടെ പ്രോബ്ലംസും അല്ലെങ്കിൽ അവരുടെ കുറവുകളും ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയില്ല. അത് സമയമെടുത്ത് പതിയെ മനസ്സിലായി വരുന്ന ഒരു കാര്യമാണ്. അത് എല്ലാവരും അങ്ങനെയാണ്, പെണ്ണായാലും ആണായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അത് തുറന്നു പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം. അപ്പം എന്തോ ഒരു റീസൻ്റെ പേരിലാണ് ആളിത് കൊണ്ടുപോയി കളഞ്ഞത്. ആ റീസൺ കണ്ടെത്തി എൻ്റെ ഫ്രണ്ട് ചെയ്ത കാര്യം അവൾ ചോദിച്ചു, അത് കാണുന്നില്ല, അങ്ങനെ ഇങ്ങനെ അവിടെ ഷെൽഫിൽ വെച്ച്, ഇവിടെ ഗൾഫിലാണ് ആൾ, അപ്പോൾ ഗൾഫിൽ അവിടെ ഷെൽഫിൽ വെച്ച് പോയി അങ്ങനെയൊക്കെ പറഞ്ഞ ആൾ ഉരുണ്ട് കളിച്ച സമയത്ത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു പിന്നെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ക്ലിയർ ചെയ്ത് പറയണം. കാരണം അപ്പം
പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇനി ഒരു കള്ളത്തരവ് അല്ലെങ്കിൽ ഒരു ഉരുണ്ടുകളിയോ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ തുറന്നു പറഞ്ഞു. കാരണം ആളുടെ ഭാഗത്തു നിന്ന് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാട്ടോ ബിഹേവിയർ ഉണ്ടായിരുന്നത്. അപ്പം ആൾ തുറന്നു പറഞ്ഞു ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കല്യാണത്തിൻ്റെതായ കുറച്ച് പൈസയുടെ ആവശ്യം വന്നപ്പം എനിക്കത് കൊടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ബാങ്കിൽ വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പം ഈ പെൺകുട്ടി, എൻ്റെ ഫ്രണ്ടായ പെൺകുട്ടി, അവനോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്നോട് പറയാറുന്നില്ലേ, കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്നോ ആരെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടാവാം, അപ്പോൾ ഇത് എന്നോട് പറയാറുന്നില്ലേ, പിന്നെ ഞാൻ ഇത് എനിക്ക് ഒരുപാട് പൊന്ന് ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് പൊന്നുണ്ടല്ലോ, അപ്പം ഈ മാരേജ് കഴിഞ്ഞതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ അതിലെന്തെങ്കിലും കൊണ്ടുവച്ച് ചെയ്യാറുന്നില്ലേ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന, എല്ലാവരും നോക്കുന്ന ഒരു കാര്യമില്ലേ, അത് കൊണ്ടുപോയി ചെയ്യേണ്ടായിരുന്നല്ലോ, ഇനി ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് എൻ്റെ അടുത്ത് പറയാം, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നുള്ളൊരു സപ്പോർട്ട് കൊടുത്തു. എനിക്ക് രണ്ടും കൂടെ കൂട്ടി വായിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി, എൻ്റെ ഫ്രണ്ട് എന്നെ പോലെ തന്നെ വീട്ടിലൊക്കെ ഇരിക്കുന്ന സാധാരണ ഒരു വീട്ടമ്മയാണ്. ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന ബോധം പോലും ഈ ഡിവോഴ്സ് വാങ്ങാൻ നിന്ന് ചേച്ചിക്കില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവൾ പറഞ്ഞത് എന്താ, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറ, നമുക്ക് അത് ക്ലിയർ ചെയ്യാന്നുള്ളൊരു ഒരു വിശ്വാസം കൊടുത്തു, ഒരു സ്ട്രെസ്സ് കൊടുത്തു. ആൾ ചിലപ്പോൾ ദൂരത്തായിരിക്കാം, എന്തായിരിക്കാം, പക്ഷെ ഫസ്റ്റത്തെ ആ ഒരു റിലേഷൻഷിപ്പിൽ ആദ്യം തന്നെ ഒരു വിശ്വാസം കൊടുത്തു, ഒരു സ്ട്രെസ്സ് കൊടുത്തു. അപ്പം പിന്നീട് പ്രശ്നങ്ങൾ വരുമ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് വന്ന് ചോദിച്ചില്ലെങ്കിലും മെല്ലെ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ പ്രയാസമുണ്ടെന്നൊക്കെ ആൾ പറയും. അപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും മുൻകൂട്ടി അറിഞ്ഞ് നമ്മുടെ പൊന്ന് വെച്ചോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് അത് ചെയ്തോ എന്നൊക്കെ പറയാം. അപ്പം അവിടെ സംഭവിച്ചത് ഇറസ്പോൺസിബിളാണ്, നിങ്ങൾ ഇറസ്പോൺസിബിളാണ്, നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല, നിങ്ങളത് കൊണ്ടുപോയി കളഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. ആ സ്ഥാനത്ത് എന്തായിരുന്നു പ്രശ്നവും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അതിനെ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പ്രശ്നം പിന്നീട് വളരില്ല. പിന്നെ എപ്പോഴും ഇറസ്പോൺസിബിൾ എന്ന് പറയുന്ന ഒരു വലിയ ടാഗ് അവരുടെ ഇടയിലേക്ക് വന്നു, റെസ്പോൺസിബിൾ അല്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ. പിന്നീടും കുറച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പിന്നെ വരുന്ന ഓരോ കാര്യങ്ങൾ, ചിലപ്പോൾ എന്തെങ്കിലും അടയ്ക്കാൻ മറന്നു പോവുക, ഇലക്ട്രിക് ബില്ല് അടയ്ക്കാൻ മറന്നു പോവുക, എന്തെങ്കിലും ഇപ്പം കല്യാണം കഴിച്ച് ഒരു 2 പേര് വർക്ക് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ ഉണ്ടാകുന്ന സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അത് ഇന്നാൾ ഇന്നത് ചെയ്യുക, ഇന്നാൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം. കാരണം ബില്ല് ഒരാൾ അടയ്ക്കാം, മറ്റേത് അടയ്ക്കാൻ വെക്കുന്നത്. അപ്പോൾ ഒരാളത് മറന്നു പോകുന്ന സമയത്തൊക്കെ അതൊക്കെ ഈ മനസ്സിലൊരു കാര്യമായിട്ട് ഞാൻ ഇട്ട് കൊടുത്ത്, നമുക്ക് ആ മാല ഭയങ്കര സ്പെഷ്യലായിരിക്കും, നമ്മൾ ഇട്ട് കൊടുക്കണമാണല്ലോ. അപ്പോൾ ആ ഒരു കരണ്ട് വീണപ്പോൾ റെസ്പോൺസിബിളാണ്, അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല, അങ്ങനെ ഏട്ടൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ പോകാനേ ഇടയുണ്ടായി. അപ്പം അതൊക്കെ ആളുടെ റെസ്പോൺസിബിലിറ്റി കാരണമാണ് എന്നുള്ളത് പിന്നീട് ആ വ്യക്തിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഓഫീസിലൊരു ഫിനാൻഷ്യലി എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, അതിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിലാണ് ഇത്രയും സ്ട്രെസ്ഡ് ആയിട്ട് ആൾ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ടും അത് മനസ്സിലാക്കിയിട്ടും ആളെ ആ ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്ക് പറ്റിയിട്ടില്ല. കാരണം ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണ്, അപ്പോൾ എൻ്റെ ഹസ്ബൻഡും റെസ്പോൺസിബിളായിട്ട് എല്ലാം ചെയ്യുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ആളായിരിക്കണം എന്നുള്ള ഒരു വാശി അല്ലെങ്കിൽ ഒരു ആഗ്രഹം. അപ്പോൾ എനിക്ക് ഈ ഒരു സമയത്ത് ന്യൂ കപ്പിൾസ് ആവുന്ന ആൾക്കാരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ഈ കിട്ടുന്ന വ്യക്തി ആ വ്യക്തിയുടെ കുറവുകളൊന്നും പറയില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് ഇതുപോലെ ലോൺ എടുക്കുകയോ കടം ഉണ്ടാക്കുകയോ, അപ്പോൾ ആദ്യം തന്നെ കല്യാണം കഴിച്ച ആ ഒരു വർഷം തന്നെ എല്ലാം എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു ഒന്നും പറയില്ല. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുമ്പം ആ വ്യക്തിയോട് നമ്മൾ, അതിപ്പോൾ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ആ വ്യക്തിയെടുത്ത് നമ്മൾ സംസാരിക്കുക, നമ്മളൊരു സ്ട്രെസ് കൊടുക്കുക, ഒരു വിശ്വാസം, ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം. ഇനി ഇൻ കേസ് വേറെ ആർക്കെങ്കിലും നമ്മളിപ്പം ഇല്ലീഗലായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ പോകുന്നതാണ്. നമുക്ക് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് മാസം കുറച്ച് ഇയർ അവരോട് ജീവിക്കുമ്പോൾ അവരുടെ ക്യാരക്ടർ നമുക്ക് പിടികിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ബന്ധം വേർപ്പെടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആരും കടിച്ചു തൂങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാവർക്കും നമുക്ക് തന്നെ ജീവിക്കാനുള്ള പവർ ഇന്ന് എല്ലാവർക്കും ഈ ലോകത്തുണ്ട്. ഒരു ഫാമിലിയുടെ ബന്ധം വേണമെന്നൊന്നുമില്ല, പക്ഷേ ഫാമിലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. അത് നമ്മൾ ചേർത്ത് പിടിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ലൈഫ് ലോങ് ഒരു ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ലൈഫായിരിക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് സ്നേഹിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അപ്പം നമ്മൾ ആദ്യം വേണ്ടത് നമുക്കൊരു ഈഗോ ഇല്ലാതെ ആ വ്യക്തിനെ നമ്മളെ നിർത്തി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംസാരിക്കുക. നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു സോഫ്റ്റ്നെസ്, ഒരു സ്ട്രെസ്സ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി, പ്രത്യേകിച്ചും ഈ ആണുങ്ങളെന്ന് പറയുന്നത്, നമ്മൾ കുറച്ചൊന്ന് സ്നേഹിച്ചാൽ, നമ്മളൊന്ന് ഹൃദയം തുറന്ന് സംസാരിച്ചാലുണ്ടല്ലോ, അവർ നമ്മളത് പെട്ടെന്ന് ജെല്ലാവും കേട്ടോ.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അവർ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാട്ടോ. നമ്മൾ സ്ത്രീക്ക് പിന്നെ ഒരു വിശ്വാസക്കുറവുകൾ എപ്പോഴും കാണാം. പക്ഷേ ആണുങ്ങൾ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ള നല്ല വിശ്വാസമുള്ള ആൾക്കാരായിരിക്കും അവർക്ക് എപ്പോഴും. അപ്പോൾ അവർ ആ വിശ്വാസത്തിൽ നമ്മളോട് സംസാരിക്കാനും എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നമ്മൾ വേർപിരിയേണ്ട ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ ലൈഫിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ, ഞാൻ കേട്ട ഒരു കാര്യം, എനിക്കിത് കേട്ടപ്പം ഭയങ്കര വണ്ടർ അടിച്ചു പോയി. കാരണം ഇങ്ങനെയൊക്കെ ഈ ഒരു കാരണത്തിൻ്റെ പേരിലൊക്കെ ആൾക്കാർ, അത് സംഭവിച്ചത് മാരേജിൻ്റെ ഫസ്റ്റ് ആട്ടോ. 4 years 5 years ഒന്നിച്ച് ജീവിച്ചോട്ടോ. പിന്നെ അതിൻ്റെ നമ്മൾ പറയില്ല, ഒരു കരടുണ്ടോ, പിന്നെ ആ കരടുമയായിരിക്കും നമുക്ക് പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ പിന്നെ അത് വലുതായി ഒരുപാട് റീസൺസ് ഇടയിലേക്ക് വന്ന്, പക്ഷേ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു കാര്യമാണ്. ഞാൻ അത്രയും സന്തോഷത്തോടു കൂടിയിട്ട് തെറ്റാണ് അല്ലാന്ന് പറയണില്ല, പക്ഷേ അത്രയും വലിയൊരു തെറ്റ് അങ്ങനെ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യലി അത്രയും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാകും. അതെന്താണ് ക്ലിയർ ചെയ്യുക. അതെന്നിട്ടും ക്ലിയർ ചെയ്യുന്നില്ല എന്ന് കണ്ട് പിന്നെയും ചോദിക്കുക എന്താണ് എന്നുള്ളത്. എന്തോ റീസൺ ഉണ്ടാകും. കാരണം 5-6 വർഷം പ്രണയിച്ച ആൾക്കാരാണെങ്കിൽ അയാൾക്ക് ഒന്നുമില്ല കേട്ടോ, ബാഡായിട്ടുള്ള ഒരു വലിയ അങ്ങനെയുള്ള ഒരു കാര്യമില്ലാത്ത ആളാണ്. അപ്പം എന്താണ് റീസൺ? അപ്പോൾ റീസൺ മനസ്സിലാക്കിയിട്ടുണ്ട് ആൾ. ഫിനാൻഷ്യലി ഇല്ല, ഓഫീസിൽ കമ്പനിയിൽ വന്നിട്ടുള്ള ഫിനാൻഷ്യലി ഉള്ള ഒരു പ്രോബ്ലം ക്ലിയർ ആവാൻ പറ്റാത്തതിൻ്റെ ആണെന്നുള്ളത്. എന്നിട്ടും ആ കരടുകൾ പിന്നെയും വെച്ച് വലുതാക്കിയിട്ടാണ് അവർ രണ്ടുപേരും 2 പാത്രത്തിലേക്കായത്. അപ്പം ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ ലൈഫ് സ്പോയിൽ ചെയ്യരുത്. കാരണം ആ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ലൈഫ് പറഞ്ഞില്ല, ആ ദിവസം സപ്പോർട്ട് ചെയ്തതുകൊണ്ടല്ലേ ഇപ്പം ആൾക്ക് 2 മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുകയാണ്. ഭയങ്കര സൂപ്പറായിട്ടുള്ള ഫാമിലി, വളരെ ലവബിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് കെയർ ചെയ്ത് പോകുന്ന ആൾക്കാർ. അപ്പം ഞാൻ ആലോചിക്കുക, അന്ന് അതേപോലെ തന്നെയാണ് മാല കൊണ്ടുപോയി വെച്ചത്. അതെന്താ റീസൺ എന്ന് പറഞ്ഞിട്ട് പോലില്ല, പക്ഷേ സപ്പോർട്ട് ചെയ്തു. പ്രോബ്ലം ഉണ്ടല്ലേ, സാരില്ല, ഇനി ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം, എൻ്റെ കയ്യിൽ പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തു. മറ്റാൾ ഇറസ്പോൺസിബിളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ബിഹേവ് ചെയ്തു. അതാണ് രണ്ടിലെ ഡിഫറൻസ്. അപ്പം നമ്മൾ ഒരുപാട് ജോബും ഒരുപാട് കരിയറും ഒക്കെ പിടിച്ച് പോകുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വലാണ്, ഞാൻ ഈക്വൽ പവർ വേണം, ഇൻഡിവിജ്വാലിറ്റിയാണ് എൻ്റെ എന്നൊക്കെ പറഞ്ഞ് പോകുന്ന സമയത്ത് ഒന്ന് ചിന്തിക്കാം, നമ്മൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ 2 പേരും ഇൻഡിവിജ്വലാണ് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നേരം നമ്മൾ 2 പേരും പാർട്ട്നേഴ്സാണ്. നമ്മൾ പാർട്ട്ണറാണ്. ആൾക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്, ആളെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാം. അത് പെണ്ണിൻ്റെ ആണെങ്കിലും ആണിൻ്റെ ഭാഗത്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഒരു സൂപ്പർ വണ്ടർഫുൾ ലൈഫ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കല്ലേ.